നമ്മൾ വീണ്ടും ചന്ദ്രനിലേക്കുള്ള യാത്രയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന സമയമാണ്. ആ കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നോണം. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനം ഏതാണ്? നമസ്കാരം, ഒരിക്കൽ കൂടി സയൻസിന്റെ ചോദ്യപ്പെട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസിന്റെ ചോദ്യപ്പെട്ടിയിൽ 5ാം ക്ലാസ്സിന്റെ 5ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വലിയൊരു ഏരിയ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് പറഞ്ഞു പോയാൽ അതിൻ്റെ അഡീഷണൽ ഫാക്ടറൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലെ അഡീഷണൽ ഫാക്ടറുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആകാശത്തിലെ വിസ്മയങ്ങൾ, അതേപോലെ ഉപഗ്രഹങ്ങൾ, അതിൽ ISRO പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾ, ഇങ്ങനത്തെ ഒരു വലിയ ഏരിയയെക്കുറിച്ചാണ് നമ്മൾ പറയുക. ലോകത്തുണ്ടായ വലിയൊരു ചേഞ്ചാണ് ഈ സ്പേസ് റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് 5ാം ക്ലാസ്സിൽ തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതാണോ ആകാശം? അതാണോ ബഹിരാകാശം? അതാണോ അന്തരീക്ഷം? അതോ ഇവയൊന്നുമല്ല? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ബഹിരാകാശം അല്ലേ? ബഹിരാകാശമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലത്തെ നമ്മൾ ബഹിരാകാശം എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ, ബഹിരാകാശത്തിന്റെ ഡെഫിനിഷൻ. അതോടെ ഓപ്ഷൻ ബി ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ കാണപ്പെടുന്നത് ഇവരിൽ ആരാണ്? സൂര്യൻ, ചന്ദ്രൻ, ആൽഫ സെന്ററി, ശുക്രൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വലിയ പേജ് നിറച്ച് കുറേ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഈ ആൽഫ സെന്ററി എന്ന് പറയുന്നത്. നോക്കിയേ, 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള ആൽഫ സെന്ററി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള സൂര്യനാവട്ടെ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. തൊട്ടടുത്തുള്ള ആൾക്കാർ, തൊട്ടടുത്തുള്ള നക്ഷത്രം, നമ്മൾ സൂര്യനെ ചുറ്റി കറങ്ങുന്നു, അതിനുശേഷം ആരാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ അഡീഷണൽ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയെ സംബന്ധിച്ച് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാൻ വലിപ്പമുണ്ട്. ചന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ 50 മടങ്ങ് വലിപ്പമുണ്ട് എന്ന് കാണാൻ പറ്റും. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമാണ് എന്നുള്ളതൊക്കെ 5ാം ക്ലാസ്സിന്റെ ഈ ബേസിക് ആയിട്ടുള്ള ആദ്യ പേജുകളിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. ഇപ്പോൾ എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. K-STAR, സ്റ്റെല്ലേരിയം, A&B ഇവയൊന്നുമല്ല. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ ലിസ്റ്റിൽ പെടുത്താവുന്നത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ഓപ്ഷൻ സി A&B എന്നുള്ളതാണ് ആൻസർ. K-STAR-ഉം സ്റ്റെല്ലേരിയവും ഒക്കെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഞാനിതിൻ്റെ ആ ഏരിയ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുമ്പോട്ട് പോകുന്ന സമയത്ത് അഡീഷണൽ ഫാക്ടറും പറയുന്നുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു. സൂര്യനാണോ, ചൊവ്വയാണോ, ചന്ദ്രനാണോ, ആൽഫ സെന്ററി ആണോ? തൊട്ട് മുമ്പ് ഞാൻ കാണിച്ച ചിത്രത്തിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. 3.84 ലക്ഷം അകലെ നിൽക്കുന്ന ചന്ദ്രനാണ് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ചിലപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും. K-STAR-ഉം സ്റ്റെല്ലേരിയവും കേട്ടിട്ടില്ലാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 പേരാണ് അവർ. ഇനി ഓർബിറ്റ് എന്നാൽ എന്താണ്? സൂര്യന്റെ സഞ്ചാരപാത, ഭൂമിയുടെ സഞ്ചാരപാത, ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത ഇവയൊന്നുമല്ല. അപ്പോൾ ഏതൊരു ആകാശഗോളം എടുത്താൽ അതിന് ഒരു പാത്ത് ഉണ്ട്. കൃത്യമായിട്ടൊരു സാധനത്തിന് ചുറ്റും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിപ്പോ സൂര്യൻ തന്നെ സ്വയം ഒരു ഓർബിറ്റിലുണ്ട്, കറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിലൂടെ, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട്. അതുപോലെ നമ്മളെ മൂണ് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പല ആകാശഗോളങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ സഞ്ചാരപാത കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റ് എന്ന് പറയുന്ന ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 6ാമത്തെ ചോദ്യം നോക്കിയേ. GPS-ന്റെ പൂർണ്ണരൂപം. GPS-ന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ഗ്ലോബൽ പീരിയോഡിക് സിസ്റ്റം, ഗൂഗിൾ പൊസിഷനിങ് സിസ്റ്റം, ഗൂഗിൾ പീരിയോഡിക് സിസ്റ്റം. GPS എന്താണ് അതിൻ്റെ പൂർണ്ണരൂപം? GPS-ന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ആൻസർ ആണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ GPS ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യ വാർത്താവിനിമയത്തിനായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ആസ്ട്രോസാറ്റ്, ഇൻസാറ്റ്, ജിസാറ്റ്, എമിസാറ്റ്. ഇതിലേതാണ് ഇന്ത്യ വാർത്താവിനിമയത്തിനായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത്? ഇന്ത്യ ഒരുപാട് വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേരള PSCയുടെ പരീക്ഷകളിൽ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കണം വാർത്താവിനിമയത്തിനായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഈ കൂട്ടത്തിൽ
ഓപ്ഷൻ ബി ഇൻസാറ്റ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അഡീഷണൽ ഫാക്റ്റ് ആയിട്ട് വായിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യം വികസിപ്പിച്ചെടുത്ത ആദ്യ റോക്കറ്റ് ഏതായിരുന്നു? SLV-3 ആണ്. നോട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അത് MCQ ആയിട്ട് ചോദിക്കാം. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ, അതായത് നമ്മൾ വിക്ഷേപിച്ചതിൽ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ വാർത്താവിനിമയത്തിന്റെ ഒരു ചോദ്യം കണ്ടപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ഫാക്റ്റ് ആയിട്ട് ഞാനിവിടെ പറയുന്നുണ്ട്. നോട്ട് ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള കാര്യമാണിത്. നമ്മുടെ രാജ്യം വികസിപ്പിച്ചെടുത്ത ആദ്യ റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ SLV-3 ആണ്. മറക്കണ്ട, SLV-3. എന്താ അതിന്റെ ഫുൾ ഫോം? സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SLVയുടെ ഫുൾ ഫോം സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. നോട്ട് ചെയ്ത് വെച്ചോ, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതിനുശേഷം ISRO വികസിപ്പിച്ചെടുത്ത റോക്കറ്റാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ PSLV. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ PSLV. ആദ്യം എന്താ? SLV സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പിന്നീട് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉണ്ട്, പിന്നീട് SSLV സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. നോക്കിയേ, SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അടുത്തെന്താ? GSLV ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. GSLV ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SLV സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ദെൻ അതിനുശേഷം PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ദെൻ അതിനുശേഷം SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ദെൻ അതിനുശേഷം GSLV ജിയോ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇതെല്ലാം ISRO വിക്ഷേപണങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ISRO സൈറ്റിൽ കയറി ഇതെല്ലാം അറിയാനും പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഓർത്തിരുന്നത് SLV, PSLV, SSLV, GSLV ഇതിന്റെയൊക്കെ ഫുൾ ഫോം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 5ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് ആണ്. ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമ്മളൊരു 5-6 ക്വസ്റ്റ്യനുള്ള കണ്ടന്റ് പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് എഴുതി വെച്ചിട്ട് കൃത്യമായി പഠിച്ച് ഫിനിഷ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇനി ഇത് മാറിപ്പോകരുത്, ഫുൾ ഫോം അടക്കം പഠിച്ചു വെക്കണം. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ അഡീഷണൽ ഫാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ മാനുവലിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട ഇൻസാറ്റ് ആയിരുന്നു ആൻസർ അല്ലെ. ഇൻസാറ്റ് എന്ന് പറയുന്നത് വാർത്താവിനിമയത്തിനാണ് പ്രധാനമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ചത്. എഡ്യൂസാറ്റ് ആ പേരിൽ തന്നെയുണ്ട്, വിദ്യാഭ്യാസ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. IRNSS ഗതി നിർണയത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോളാർ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് IRNSന്റെ ഒക്കെ ഫുൾ ഫോം വരുന്നത്, ഗതി നിർണയം എന്ന് പറയുന്നത്. കാർട്ടോസ്റ്റാറ്റ്, കാർട്ടോ എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ ഭൂപടമായിട്ട് ബന്ധപ്പെട്ട, അപ്പൊ അത് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയാണ് കാർട്ടോസാറ്റ്. ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയും GSAT-7 എമിസാറ്റ് എന്ന് പറയുന്നതൊക്കെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇനിയും പ്രതീക്ഷിക്കാം. ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS എന്ന് പറയുന്നത് ഗതി നിർണയം, കാർട്ടോസാറ്റ് എന്ന് പറയുന്നത് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്ര പഠനം, GSAT-7 അതുപോലെ എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിന് വേണ്ടിയും നൽകിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കൃത്രിമോപഗ്രഹമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ഇപ്പൊ സഹായ വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ വായിക്കാൻ നമുക്ക് ISRO എന്ന് പറയുന്നത് എന്താ? അതിന്റെ ഫുൾ ഫോം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ISROയുടെ ഫുൾ ഫോം. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഏത് വർഷം സ്ഥാപിതമായി? 1969 ഓഗസ്റ്റ് 15 സ്ഥാപിതമായി. ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ISROയുടെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ബംഗളൂരുവാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്ഥാപക ചെയർമാൻ, ISROയുടെ സ്ഥാപക ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1969 ഓഗസ്റ്റ് 15 ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. വിക്രം സാരാഭായി ആണ് സ്ഥാപക ചെയർമാൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാം ഞാൻ പറഞ്ഞ എല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനം, GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനം ഏതാണ്? GPS-ന്റെ ഫുൾ ഫോം നേരത്തെ കണ്ടു, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്ന ഫുൾ ഫോം നിങ്ങൾ അവിടെ കണ്ടു. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ത്യയുടെ സാധനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കണം. ഇതില് GSAT-ഓ എമിസാറ്റോ കാർട്ടോസാറ്റോ ഒന്നുമല്ല, പിന്നെ എന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, ഇന്ത്യൻ
റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS എന്ന് പറയുന്നതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കാം. GPS, ഇത് നേരത്തെ ചോദ്യം കണ്ടു, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഒരു സ്ഥലത്തിന്റെ വസ്തുവിന്റെയൊക്കെ സ്ഥാനം വിദൂരമായി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമാണ് GPS. 1960കളിൽ US സൈന്യം ആദ്യമായി GPS ഉപയോഗിക്കുകയും അടുത്ത ഏതാനും ദശകങ്ങളിൽ സിവിലിയൻ ആപ്ലിക്കേഷനുകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. GPS നെറ്റ്വർക്കിൽ 24 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 19,300 കിലോമീറ്റർ ഉയരത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഓരോ 12 മണിക്കൂറിലും അവ ഭൂമിയെ ചുറ്റുന്നു. ആർട്ടിക് ഐസ് ഷിഫ്റ്റ്, ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവയിലെ മാറ്റമളക്കാൻ ഗവേഷകർ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. GPS കൃത്യ സ്ഥാനം നൽകുന്നുണ്ട്, ഒരു വസ്തുവിന്റെ വ്യക്തിയുടെ സ്ഥാനം ട്രാക്ക് ചെയ്യുന്നുണ്ട്, ലോക ഭൂപടങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നുണ്ട്, പ്രപഞ്ചത്തിന് കൃത്യമായ സമയം നൽകുന്നു, ഒരിടത്തു നിന്ന് മറ്റൊരു അടുത്തേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്നു, നാവിഗേഷനും പ്രതിരോധത്തിനും ഉപയോഗിക്കുന്നു. എന്താണ് GPS? എന്താണ് അതിന്റെ ഒരു ബേസ്? അതിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട്? ഇതൊക്കെ ക്വസ്റ്റൻ ആയിട്ട് വരും. 24 ഉപഗ്രഹങ്ങളുണ്ട് GPS നെറ്റ്വർക്കിൽ. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 19,300 കിലോമീറ്റർ ഉയരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഓരോ 12 മണിക്കൂറിലും അവ ഭൂമിയെ ചുറ്റുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതെല്ലാം സഹായകരെന്ന് പറഞ്ഞ് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിനകത്ത് കൊടുക്കുന്ന എക്സ്ട്രാ ഫാക്റ്റുകളാണ്. ഇതെല്ലാം ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള സോഴ്സുകൾ തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS, നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാനനിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന IRNSS. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നാവിക് നോക്കിക്കേ, അത് ഒരു പോയിന്റാ, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റാ. അതായത് നാവിഗേഷനും റേഞ്ചിങ്ങുമായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച GPS പോലുള്ള ഒരു സാധനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന IRNS. അതിന്റെ മറ്റൊരു പേര് നാവിക്, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, നാവിക് എന്നും പറയുന്നുണ്ട്, എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. വിദേശ സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒഴിവാക്കുകയാണ് IRNS ചെയ്യുന്നത്. 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം. IRNS എത്ര ഉപഗ്രഹങ്ങളുടെ കൂട്ടമാണ്? 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണിത്. 2 എണ്ണം ഭൂമിയിൽ എപ്പോഴും തയ്യാറായിരിക്കുന്നുണ്ടാവും. ഭൗമോപരിതലത്തിൽ നിന്നും 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഉപകരണങ്ങളുടെ സ്ഥാനം. IRNSS 2 തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നു. ഒന്ന് എല്ലാവർക്കും ലഭ്യമാകുന്ന സാമാന്യ സ്ഥാനവിവര സേവനവും, രണ്ടാമത്തേത് നിയന്ത്രിത സേവനവും ആണ്. നിയന്ത്രിത സേവനം അനുവദിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 7 ഉപഗ്രഹങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള ഓർത്തിരിക്കുക. നാവിക് എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കുക. ഈ IRNSന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക. ചോദ്യമായിട്ട് വരാൻ എല്ലാ സാധ്യതയുമുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെയും കാണാൻ പറ്റും. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഭുവൻ എന്ന് പറയുന്നത്. ഗൂഗിൾ എർത്തിന് പകരമായി ISRO നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ചോദ്യമാണ്, നോട്ടി വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഭുവൻ ഗൂഗിൾ എർത്തിന് പകരമായിട്ട് ISRO നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. 2009 മാർച്ചിലാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. വിഭവ ചൂഷണത്തിനും ആസൂത്രണത്തിനും ആവശ്യമായ പശ്ചാത്തല വിവരങ്ങൾ സൗജന്യമായി പകരുകയാണ് ലക്ഷ്യം. 10 മീറ്ററാണ് ഭുവനിലെ ദൃശ്യങ്ങളിലെ ഏറ്റവും താഴ്ന്ന ദൃശ്യപരിധി. ഇതിനാൽ വളരെ വ്യക്തമായ ദൃശ്യം കാണാൻ കഴിയുന്നു. കുറഞ്ഞ വേഗതയിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവർക്കും ഭുവൻ ഉപയോഗിച്ച് വിവരശേഖരണം നടത്താൻ കഴിയും. ഗൂഗിൾ ഉപയോഗിച്ചിരുന്ന ഉപഗ്രഹ ചിത്രങ്ങൾക്ക് വളരെയധികം കാലപ്പഴക്കമുണ്ട്. ഇത്ര വർഷമായിട്ടും ഗൂഗിൾ എർത്ത് പരിഷ്കരിച്ചിട്ടില്ല. കൂടാതെ 200 മീറ്ററിൽ കൂടുതൽ താഴോട്ട് പോകുവാൻ ഗൂഗിൾ എർത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭുവൻ നൽകുന്ന ചിത്രങ്ങൾ ദൃശ്യമികവ് ഉള്ളതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, എക്സ്ട്രാ ഫാക്റ്റുകളാണ്. ഭുവൻ ആരാണ്? നാവിക് ആരാണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ B ആയിരുന്നു. അതിൽ നിന്നുള്ള എക്സ്ട്രാ ഫാക്റ്റുകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോയത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായത്. അപ്പൊ ISRO അല്ല, ഇത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. എവിടെയാണെന്ന് അറിയണം. തുമ്പ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് 1963 നവംബർ 20, 21, 28, 14 3 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ B ആണ്. 1963 നവംബർ 21 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായിട്ടുള്ളത്. 1963 നവംബർ 21 സ്ഥാപിതമായിട്ടുള്ളത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ VSSC തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം
തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ശാസ്ത്രീയ കാരണങ്ങൾ ക്ലാസ് റൂമിൽ വിവരിക്കാൻ പറഞ്ഞുകൊണ്ട് അധ്യാപകരുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അതിന്റെ പൊസിഷനൊക്കെയാണ്, അതിന്റെ ലൊക്കേഷനാണ് കേരളത്തിന്റെ ആ മൂലയ്ക്കല്ലേ, നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. VSSC അല്ലെ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് അതിന് കൊടുത്തിരിക്കുന്നത്. 1963 നവംബർ 21 സ്ഥാപിതമായത്. അതാണ് നമ്മുടെ ചോദ്യമായിട്ടുണ്ടായിരുന്നത്. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് ഈ സ്ഥാനം. അതുകൊണ്ടാണ് ആ ലൊക്കേഷന്റെ പ്രത്യേകത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ പൊസിഷനാണ് അത് ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള കാരണം. ആ പള്ളിയൊക്കെ അല്ലേ, പള്ളി അതിനകത്തുണ്ട്. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നിങ്ങളൊക്കെ കേട്ടോ. ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പള്ളിയൊക്കെ വിട്ടുകൊടുത്തും പള്ളിക്കകത്തുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നുണ്ട്. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായിട്ട് 1972 അതിന്റെ പേര് VSSC ആണ് ആക്കി മാറ്റിയിട്ടുണ്ട്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നായിരുന്നു ഒറിജിനൽ പേര്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം VSSC ആണ്. മറക്കണ്ട. 1963 നവംബർ 21 ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് സ്ഥാനം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. 1972 അത് വിക്രം സാരാഭായിയുടെ ഓർമ്മയിലേക്ക് മാറ്റുന്നത് എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സതീഷ് ധവാൻ ആണോ, വിക്രം സാരാഭായി ആണോ, APJ അബ്ദുൽ കലാം ആണോ, അതോ ഹോമി ജെ ഭാഭയാണോ? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് വിക്രം സാരാഭായി ആണ്. നമ്മൾ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആരായിരുന്നു വിക്രം സാരാഭായി? ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരം ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡർ, നോട്ട് ചെയ്തേ, ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഇനി സതീഷ് ധവാൻ ആരാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ വേറെയുണ്ട്, നമ്മൾ പഠിക്കും. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ അല്ലേ, നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് ഇപ്പൊ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ISR അല്ലെങ്കിൽ ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ്. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്, ISR റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ചന്ദ്രയാനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് അതിന് മുൻപായിട്ട് ആ ചന്ദ്രനിലേക്കുള്ള യാത്രകളെ കുറിച്ച്, കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ 2026 മെയ് മാസത്തിലാണ് നിങ്ങളുടെ മുൻപിൽ ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ എപ്പോൾ ഇത് കാണുന്നു എന്നുള്ളത് ഇറ്റ്സ് ഡിപ്പെൻസ്. പക്ഷെ 2026 മെയ് മാസത്തിൽ ഞാനിത് പറയുന്ന സമയത്ത് ഇതിനുശേഷം ഒരുപാട് അപ്ഡേഷൻ വരും. നമ്മൾ വീണ്ടും ചന്ദ്രനിലേക്കുള്ള യാത്രയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന സമയമാണ്. ആ കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നോണം. ടെക്സ്റ്റ് ബുക്കിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് ഓർത്തിരുന്നോണം. ചന്ദ്രയാത്ര എന്ന സ്വപ്നം ആദ്യമായി സഫലമായത് 1960-ലാണോ 61-ലാണോ 69-ലാണോ? അതിൽ ജൂലൈ 20 ജൂലൈ 21 22 ഏതാണ് ഡേറ്റ് ആയിട്ട് വരുന്നത്? വർഷവും ഡേറ്റും കൃത്യമായിട്ട് അറിയണം. 1969 ജൂലൈ 21 ചന്ദ്രയാത്ര എന്ന സ്വപ്നം ആദ്യമായിട്ട് സഫലമാവുന്നത് ഓർത്തിരിക്കണം. അപ്പോളോ 11 പേടകം നിയന്ത്രിച്ചത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ്. ആരാണ്? അപ്പോളോ 11 എന്ന് പറയുന്ന വാഹനത്തിലാണ് ഇവർ പോകുന്ന 1969 ജൂലൈ 21 ചന്ദ്രയാത്ര സാക്ഷാത്കരിക്കുന്നത്. ആ പേടകം നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ് എന്ന് പറയുന്ന ആളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ചന്ദ്രയാത്രയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായിട്ടുള്ള ചന്ദ്രനിലെത്താൻ മനുഷ്യന് എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള നാസ അതിന്റെ അപ്പോളോ 11 എന്ന ചന്ദ്രപര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ്, ആൻഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തിയത്. 3 പേരുടെ പേരും എല്ലാവരും നീൽ ആംസ്ട്രോങ്ങിനെ പഠിച്ചു വയ്ക്കും. എഡ്വിനെയും ആൾഡ്രിനെയും മറന്നു പോകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മൈക്കിൾ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അതിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ഇതിനകത്ത് തന്നെ എത്രയോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക.
ഇനി സ്പുട്നിക് വിക്ഷേപിച്ച വർഷം, അവിടെ തുടങ്ങുകയാണ് നമ്മൾ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പുട്നിക് വിക്ഷേപിച്ച വർഷം എന്നാണ് എന്നുള്ള ചോദ്യം. 76, 57, 69, 60. സ്പുട്നിക് 1957 സ്പുട്നിക് വിക്ഷേപിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. 1957 ഒക്ടോബർ 1 1957 ഒക്ടോബർ 4 ഒക്ടോബർ 4 ഒന്നല്ല 4. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. നോട്ട് ചെയ്യണം, ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നുണ്ട്. ചോദ്യമാണ്, ഇതെല്ലാം ചോദ്യമാണ്. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചത് സ്പുട്നിക് 1 ആദ്യ കൃത്രിമ ഉപഗ്രഹം. അതിനുശേഷം എന്താണ് ഈ 10ന്റെ പ്രത്യേകത അറിയോ? സ്പുട്നിക് 1 വിക്ഷേപണമാണ് ഒക്ടോബർ 4 നടന്നതെങ്കിൽ 1967 ഒക്ടോബർ 10 നോട്ട് ചെയ്യേണ്ട ഡേറ്റ് ആണ്. 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വരുന്നുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നത് 1967 ഒക്ടോബർ 10 അതുകൊണ്ടാണ് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയുള്ള ആ കാലയളവിനെ നമ്മൾ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് എന്നതുകൂടി അവിടെ ഓർത്തിരിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2019, 2008, 2023, 2020. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം എന്നാണ് 2008. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008. ചന്ദ്രയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു കലവറയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചന്ദ്രപര്യവേക്ഷണ പേടകമായിരുന്നു ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയായിരുന്നു ചന്ദ്രയാൻ 1 ചെയ്തത്. ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്തിരുന്നു. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്രപര്യവേക്ഷണ പേടകമാണ്. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെ മണ്ണിന്റെയും പ്രത്യേകത പഠിക്കുകയായിരുന്നു. ലക്ഷ്യം പൂർണ്ണമായിട്ട് വിജയിച്ചില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. 2019 ജൂലൈ 22. ഇതൊക്കെ ചോദ്യങ്ങളാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കണ്ടു. വളരെ പ്രധാനപ്പെട്ട ആ കാലത്തെ കറണ്ട് അഫയർ ആണെന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നും റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചന്ദ്രയാൻ 3. ക്വസ്റ്റ്യൻ ഇനിയും പ്രതീക്ഷിക്കാം. ഇനി അവിടെ കുറെ സയന്റിസ്റ്റുകളുടെ അഡീഷണൽ ഫാക്റ്റുകൾ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതിലൊന്നാമത്താണ് ദ സ്റ്റോറി മെസ്സഞ്ചർ അല്ലെങ്കിൽ സ്റ്റാറി മെസ്സഞ്ചർ എന്നും ചില ബുക്കുകൾ കാണാറുണ്ട്. ആരുടെ പുസ്തകമാണ്? സ്റ്റാറി എന്നും കാണാറുണ്ട് കേട്ടോ. ന്യൂട്ടൺ, ടോളമി, കോപ്പർനിക്കസ്, ഗലീലിയോ. അത് ഗലീലിയുടെ പുസ്തകമാണ്. അദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ അവിടെ അഡീഷണൽ ഫാക്റ്റിൽ പറയുന്നുണ്ട്. ഇറ്റാലിയൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു, ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു, വാനനിരീക്ഷകനും തത്വചിന്തകനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ 100 ശാസ്ത്രജ്ഞരുടെ പട്ടികയിലാണ് ഗലീലിയോയുടെ സ്ഥാനം. 1609 ചാരക്കണ്ണാടി എന്നറിയപ്പെടുന്ന ദൂരദർശിനി ഗലീലിയോ പരിഷ്കരിക്കുകയും അതിലൂടെ ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യും. ഇതൊന്നും ഓർത്തിരുന്നു കേട്ടോ. 1609 ചാരക്കണ്ണാടി സ്പൈ ഗ്ലാസ് എന്നറിയപ്പെടുന്ന ടെലസ്കോപ്പ് ദൂരദർശിനി ഗലീലിയോ പരിഷ്കരിച്ചു. അതിൽ ആകാശം നിരീക്ഷിക്കുന്നു. ഗലീലിയോ അല്ല പക്ഷേ ദൂരദർശിനി കണ്ടെത്തുന്നത്, അത് ഹാൻ ലിപ്പർഷയാണ് ദൂരദർശിനി കണ്ടെത്തുന്നത്. പക്ഷെ അത് ആകാശ നിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഗലീലിയോ ആണ്. ഓർത്തിരിക്കാം. ആകാശവും അതിലെ വസ്തുക്കളും കുറ്റമറ്റതാകണമെന്ന് അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പത്തെ ഗലീലിയോ തിരുത്തി ചന്ദ്രോപരിതലത്തിലെ കുന്നുകളും ഗർത്തങ്ങളും ടെലസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും അവയുടെ രേഖാചിത്രം വരയ്ക്കുകയും ചെയ്തു. വ്യാഴത്തിലെ വലിയ 4 ഉപഗ്രഹങ്ങളെ ഗലീലിയോ കണ്ടെത്തി. അവ ഇന്നും ഗലീലിയൻ ഗ്രഹങ്ങൾ അപ്പൊ 6 വ്യാഴം അതാര് കണ്ടെത്തിയ 4 എണ്ണം ഉണ്ട്. അത് ഗലീലിയോ കണ്ടെത്തിയ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. താൻ നടത്തിയ ആകാശ നിരീക്ഷണങ്ങളുടെ ഫലം 1610 മാർച്ചിൽ ഗലീലിയോ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ദ സ്റ്റോറി മെസ്സഞ്ചർ എന്നാണ് ഈ ഒരു ടെക്സ്റ്റിൽ അത് പേര് കൊടുത്തിരിക്കുന്നത്. ദ സ്റ്റോറി മെസ്സഞ്ചർ എന്നാണ് പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ട് അത് അറിയപ്പെടുന്നുണ്ട്. സൂര്യകളങ്കങ്ങൾ, സൺസ്പോട്സ്, സൂര്യകളങ്കങ്ങൾ, ശനിയുടെ വലയം, ഇതൊക്കെ അദ്ദേഹം നിരീക്ഷിച്ചു. നിരീക്ഷണം, പരീക്ഷണം, ഗണിതവൽക്കരണം ഇവയാണ് ശാസ്ത്രത്തിന്റെ
പണിയായുധങ്ങൾ എന്ന് ലോകത്തിന് ആദ്യമായി കാട്ടിക്കൊടുക്കുന്നതും ഗലീലിയോ ആണ്. അപ്പോൾ ഗലീലിയോ ആയിട്ട് ബന്ധപ്പെട്ട് ചാരക്കണ്ണാടി ദൂരദർശിനി പരിഷ്കരിച്ച് ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിച്ചു. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾക്ക് ഗലീലിയോ ഉപഗ്രഹങ്ങൾ എന്നുള്ള പേര് വന്നിരിക്കുന്നത് അദ്ദേഹം അത് കണ്ടെത്തിയതുകൊണ്ടാണ്. ദ സ്റ്റോറി മെസ്സഞ്ചർ എന്ന് പറയുന്ന ആ ബുക്കിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. സൂര്യന്റെ കളങ്കങ്ങളും അല്ലെങ്കിൽ സൺസ്പോട്സും ശനിയുടെ വലയങ്ങളും ഒക്കെ നിരീക്ഷിച്ചത് അദ്ദേഹമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിക്കുന്ന ആരാണ്? ആദ്യത്തെ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ഹാൻസ് ലിപ്പർഷെ, ഗലീലിയോ, ന്യൂട്ടൺ, ടോളമി. ആദ്യത്തെ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ വീണ്ടും നിങ്ങൾ കൊണ്ട് തെറ്റിയും. കാരണം ഈ ലിപ്പർഷെ എന്ന് പറയുന്ന ആള് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഗലീലിയോ അതിനെ പരിഷ്കരിച്ച് ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മിറർ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെലസ്കോപ്പ്, അത് കണ്ടെത്തുന്ന ഇവർ രണ്ടുമല്ല, മാറിപ്പോകരുത്, ന്യൂട്ടൺ ആണ്. ഒരുപാട് പേര് തെറ്റിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് ആദ്യത്തെ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് കൂടി അഡീഷണൽ ഫാക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാം. ഇതും ടെക്സ്റ്റ് ബുക്കിലില്ല, അധ്യാപകരുടെ ടെക്സ്റ്റിലാണ് അതുള്ളത്. ഐസക് ന്യൂട്ടന്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഗത്ഭനായ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. 1687 ന്യൂട്ടൺ പുറത്തിറക്കിയ ഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഫിലോസഫിയ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നാണ് അതിന്റെ ഫുൾ ഫോം. പ്രിൻസിപ്പിയ എന്നുള്ള വേർഡ് ഓർത്തിരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അത് മെക്കാനിക്സിന്റെ അടിസ്ഥാനമായിട്ട് വന്ന ഒരു ബുക്കാണ്. തുടർന്നുള്ള 3 നൂറ്റാണ്ടുകളിൽ പ്രപഞ്ചത്തിലെ ശാസ്ത്രീയ വീക്ഷണം ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചർച്ച ചെയ്ത്. പ്രകാശത്തിന്റെ കണികാ സ്വഭാവം, കൊപ്പർസ്കുലാർ തിയറി, പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം അല്ലെങ്കിൽ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഗണിതത്തിൽ കലന സമ്പ്രദായത്തിന്റെ വളർച്ചയ്ക്ക് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സഭയിൽ നൂറ്റാണ്ടിൽ ഏറ്റവും സ്വാധീന ശക്തനായ ശാസ്ത്ര പ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനാണ്. ആദ്യത്തെ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചത് ന്യൂട്ടനാണ്. സർ പദവി ലഭിച്ച 2ാമത്തെ ശാസ്ത്രജ്ഞനാണ്. രാഷ്ട്രത്തിന്റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനും അദ്ദേഹമാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം ചോദ്യങ്ങൾ, ഇതെല്ലാം ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾ പല സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ അഡീഷണൽ ഓർത്തിരിക്കേണ്ട ബുക്കിന്റെ പേര് ഓർത്തിരിക്കണം. അതുപോലെ കണികാ സ്വഭാവം, കണികാ സിദ്ധാന്തം പ്രകാശമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആശയമാണെന്ന് ഓർത്തിരിക്കണം. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് അദ്ദേഹത്തിന്റെ ആശയമാണ് എന്നുള്ള ഓർത്തിരിക്കണം. ബലത്തിന്റെ യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിനാണ് കൊടുത്തിരിക്കുന്നത്, ന്യൂട്ടനാണ് എന്നുകൂടി ഓർത്തിരിക്കണം. പിന്നെ എന്തോരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ന്യൂട്ടനുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാ എന്നുള്ളതാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ന്യൂട്ടനാണോ, ഐൻസ്റ്റീൻ ആണോ, ഗലീലിയോ ആണോ, ടോളമി ആണോ? തീർച്ചയായിട്ടും ഉത്തരം അറിയണം. അടുത്ത പ്രധാനപ്പെട്ട ആളാണ്, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ്. 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രതിഭാതനായ ശാസ്ത്ര ഗവേഷകനായി പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ജൂതവംശജനായ ആൻസിൽ ജർമ്മനിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ അടിസ്ഥാന ശൈലികളൊന്നായിട്ട് കാണപ്പെടുന്നുണ്ട്. ലോക ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളെ പട്ടികയിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ സമവാക്യമായിട്ടുള്ള E=mc² ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സമവാക്യമായി കണക്കാക്കപ്പെടുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംബന്ധിച്ച പുതിയ നിയമം രൂപവൽക്കരിച്ചതിന് ഇത് പോയിന്റാണ്. ഏതിനാ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംബന്ധിച്ച പുതിയ കാര്യങ്ങൾ പറഞ്ഞതിന് 1921 അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയെടുത്തു. 1999 ഇന്നത്തെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ സെഞ്ചുറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹം തന്നെയാണ്. 3 ശാസ്ത്ര പ്രബന്ധങ്ങളും 150 ശാസ്ത്രേതര ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈസികളും MC² കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്. പക്ഷെ അവിടെ ഒരു ചോദ്യം എപ്പോഴും ആവർത്തിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഏത് പഠനത്തിനാണ് നോബൽ സമ്മാനം കിട്ടിയത്, ഏത് വർഷവും കൂടിയാണ്? 1921 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചുള്ള പഠനത്തിനാണ് നോബൽ സമ്മാനം നേടിയത് എന്നുള്ളത് ഒരു കാരണവശാലും മറന്നുപോകരുത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ല, E=mc² ഒന്നുമല്ല. പക്ഷെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഐൻസ്റ്റീൻ അല്ല എന്നത് കൂടി ഞാൻ ഇവിടെ അഡീഷണൽ ആയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അത് ഹെഡ്സ് ആണ്, മാറിപ്പോകരുത്. ഹെഡ്സ് കണ്ടെത്തി, പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, തിയറിയൊക്കെ പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. അതാണ് സംഭവം. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ പുസ്തകമാണ്? ഐൻസ്റ്റീൻ, സ്റ്റീഫൻ ഹോക്കിങ്സ്, ന്യൂട്ടൺ, കോപ്പർനിക്കസ്. ആരുടെ പുസ്തകമാണ്? ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടി ആ ഒരു ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഭൗതികശാസ്ത്രജ്ഞൻ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോ ദ്വാരങ്ങളെക്കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ ഏറ്റവും പലതും അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ രൂപപ്പെട്ടതാണ്. ബ്രിട്ടനിലെ ക്യാമ്പസ് യൂണിവേഴ്സിറ്റിയിൽ കോസ്മോറ്റോളജി വിഭാഗത്തിൽ ഡയറക്ടറായിരുന്നു. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പ്രശസ്തമായ ശാസ്ത്രഗ്രന്ഥം രചിച്ചത് ഇദ്ദേഹമാണ്. 1967 ഡോക്ടറേറ്റ് നേടിയ സ്റ്റീഫൻ ഹോക്കിങ്സ് ആ വർഷം തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായി റോജർ റോസുമായി ചേർന്ന് എഴുതി
സിംഗുലാരിറ്റീസ് ആൻഡ് ജോമെട്രി ഓഫ് സ്പേസ് ടൈം എന്ന പ്രബന്ധത്തിൽ വിഖ്യാതമായ ആദംസ് പ്രൈസ് ലഭിച്ചിരുന്നു. ബ്രേക്ക് ത്രൂ ഇനിഷ്യേറ്റീവ് എന്ന അന്യഗ്രഹ ജീവികളെ തേടുന്ന ഗവേഷണ പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ മസ്തിഷ്കത്തിന്റെ ഉടമയാണ് സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് അറിയപ്പെടുന്നു. സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രമാണ് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ മുഖ്യ ഗവേഷണ വിഷയം. നാഡീകോശങ്ങളെ തകർത്തുന്ന അമയോട്രോപിക് ലാറ്ററൽ സ്കിറോസിസ് എന്ന മോട്ടോർ ന്യൂറോൺ രോഗബാധിതൻ കൂടിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. അപ്പോൾ ഇതൊന്ന് എക്സ്ട്രാ ഫാക്റ്റ് ആയിട്ടൊക്കെ ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാം ഒന്നും ചോദിക്കില്ല. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ആ പുസ്തകത്തിന്റെ പേരെന്തായാലും ഓർത്തിരിക്കുക. അതായിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നല്ലേ. യെസ്. അടുത്ത് ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയം സ്കൈലാബ്, സല്യൂട്ട് 1, മിർ, ടിയാൻഗോങ്. ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഏതാണ്? സല്യൂട്ട് 1 ആണ്. സല്യൂട്ട് 1 ആണ്. ബഹിരാകാശ നിലയങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, ജപ്പാന്റെ ജാക്സ, യൂറോപ്പിന്റെ ESA, കാനഡയുടെ CSA എന്നീ 5 രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിച്ചിരിക്കുന്നതിന്റെ കാരണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്നുണ്ട്. ഇത് 92.68 മിനിറ്റിനുള്ളിൽ ഭൂമിയെ ചുറ്റിയുള്ള ഒരു പരിക്രമണം പൂർത്തിയാക്കും. അതിനാൽ ഒരു ദിവസം 16 തവണ ഭൂമിയെ കറങ്ങുന്നുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 16 തവണ ഒരു ദിവസം ഭൂമിയെ കറങ്ങുന്നുണ്ട്. അതിൽ സഹകരിച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ ഒക്കെ ഏത്? അമേരിക്ക, റഷ്യ, ജപ്പാൻ, യൂറോപ്പ്, കാനഡയാണ് എന്നുള്ള ഓർത്തിരിക്കുക. ഈ ബഹിരാകാശ നിലയത്തിന്റെ സേവനം എന്താ? ജ്യോതിശാസ്ത്രം, കാലാവസ്ഥാ ശാസ്ത്രം, ഭൗതികശാസ്ത്രം തുടങ്ങിയ വിവിധ ശാസ്ത്ര മേഖലകളിൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തുന്നതും ബഹിരാകാശ പേടകങ്ങളും ഉപകരണങ്ങളും പരിശോധിക്കുന്നതും അറ്റകുറ്റപ്പണികൾ ഉപയോഗപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ദീർഘകാല ദൗത്യങ്ങളുടെ ഇടത്താവളമായിട്ട് ഇതിനെ ഉപയോഗിക്കാം എന്നതുകൂടി നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക. അതൊക്കെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ഫാക്റ്റുകൾ വരുന്നതാണ്. അടുത്തത് സല്യൂട്ട് 1 കുറിച്ചാണ്. നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റിന്റെ ആൻസർ അതായിരുന്നു. 1971 ഏപ്രിൽ 19 നോട്ട് ചെയ്തു. സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സല്യൂട്ട് 1. സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, ഇന്നത്തെ റഷ്യ. 1971 ഏപ്രിൽ 19. ഇത് മനുഷ്യ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുകയും ഭാവി ബഹിരാകാശ നിലയത്തിന്റെ വികസനത്തിന് കളമൊരുക്കുകയും ചെയ്തു. 1971 ഏപ്രിൽ 19 സല്യൂട്ട് 1. സ്കൈലാബ് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സ്കൈലാബ്. 1973 നാസ വിക്ഷേപിച്ചു. 1974 വരെ ഭ്രമണപഥത്തിലായിരുന്നു. ഇത് സോളാർ ഫിക്സ് പഠനങ്ങളും ഭൗമ നിരീക്ഷണങ്ങളും ഉൾപ്പെടെ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മിർ സോവിയറ്റ് പിന്നീട് റഷ്യ ബഹിരാകാശ നിലയം 1986 മുതൽ 2001 വരെ പ്രവർത്തനക്ഷമമായിരുന്ന മിർ എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ മോഡുലാർ ബഹിരാകാശ നിലയമായിരുന്നു. കൂടാതെ നിരവധി അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രികർക്കും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും ആതിഥേയത്വം വഹിച്ച ISSന്റെ മുൻഗാമിയായിട്ട് വന്നതും ആരാണ്? മിർ ആണ്. റഷ്യയുടെ മിർ. സല്യൂട്ട് 1, സ്കൈലാബ്, മിർ, ദെൻ ഇച്ചിരുമ്പ് പറഞ്ഞ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മറക്കണ്ട. ടിയാൻഗോങ് സ്റ്റേഷനുകൾ ചൈനയുടെ ബഹിരാകാശ നിലയങ്ങളാണ്. ടിയാൻഗോങ് സ്റ്റേഷനുകൾ ഏറ്റവും പുതിയത് ടിയാൻഗോങ് ബഹിരാകാശ നിലയമാണ്. ഈ സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂളായ ടിയാൻ ഹേ കോർ മൊഡ്യൂൾ 2021 സമാരംഭിച്ചു. 2020 മധ്യത്തോടെ സ്റ്റേഷൻ അധിക മൊഡ്യൂളുകളുടെ ജീവനക്കാരുമായി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ടിയാൻഗോങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ചൈനയുടെ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ സ്കൈലാബ് അമേരിക്ക, സല്യൂട്ട് 1 ആദ്യത്തെയാണ്, അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. പിന്നീട് മിറും സോവിയറ്റ് യൂണിയനാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവരൊക്കെ സഹകരിച്ചുകൊണ്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത റോസ് കോസ്മോസ് ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസിയാണ്? ഇന്ത്യ അല്ലെന്നറിയാം, ISRO. അമേരിക്ക നിങ്ങൾക്കറിയാം, നാസ. അതുമല്ല. ചൈനയാണോ റഷ്യയാണോ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ റോസ് കോസ്മോസ് എന്ന് പറയുന്ന റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ISRO ഇന്ത്യക്കുള്ളതുപോലെ നാസ അമേരിക്കക്കുള്ളതുപോലെ റഷ്യക്ക് റോസ് കോസ്മോസ് ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ESA, ഈ യൂറോപ്പിനെ കാണിക്കുന്ന നോട്ട് ചെയ്ത് വെച്ചാൽ മതി, സ്പേസ് ഏജൻസി എന്ന് പറഞ്ഞിട്ടാണ് SA. JXA ജാക്സ എന്ന് പറയുന്നത് ജാക്സ ജപ്പാൻ, J ഫോർ ജപ്പാൻ. CNSSA ചൈന, C ഫോർ ചൈന, മാറിപ്പോയിരുന്നാൽ മതി. ISRO നാസയൊക്കെ അറിയാം. റഷ്യ ഓർത്തിരിക്കാമല്ലോ. റോസ് കോസ്മോസ് മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ്. ഇനി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ മംഗൾയാൻ ഉണ്ട് ചൊവ്വ പര്യവേക്ഷണത്തിന്, ആദിത്യ എല്ലുണ്ട് സൗര പര്യവേഷണത്തിനുണ്ട്, ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണത്തിനൊക്കെ ആയിട്ട് നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കണം. പുതിയ അപ്ഡേഷൻസ് ഇതിൽ വരികയും ചെയ്യും. കറണ്ട് അഫെയർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ആഡ് ചെയ്ത് വെക്കണം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ ഫാക്റ്റുകളായിട്ട് പറയുന്നതാണ്. അപ്പോൾ അവിടെ ചോദ്യങ്ങളുടെ വലിയൊരു കലവറയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിക്ഷേപങ്ങളുണ്ട്. ഞാൻ അതിൽ ചോദ്യങ്ങളായിട്ട് ഉണ്ടാക്കുന്നതിന് ഉപരിയായിട്ട് ഇപ്പം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു.
ക്വസ്റ്റ്യൻസും കാണിച്ചു തന്നു. ഇനി കുറച്ച് അഡീഷണൽ ഫാക്റ്റുകൾ, അത് അധ്യാപക സഹായിയിലുള്ള ഫാക്റ്റുകളാണ്, അതൊന്ന് നോക്കി വെക്കുക. 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് ഓർബിറ്റൽ മിഷൻ. അനൌദ്യോഗികമായി ഇത് മംഗൾയാൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര യാത്രാ ദൗത്യമാണ് ഇത്. 2014 സെപ്റ്റംബർ 24 മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇതോടെ ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ. എല്ലാം ക്വസ്റ്റ്യൻ ആട്ടോ. 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ചു. ചൊവ്വ ദൗത്യം, ആദ്യത്തെ ചൊവ്വ ദൗത്യം മംഗൾയാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആദ്യത്തെ ഗ്രഹാന്തര യാത്ര, അതായത് നമ്മുടെ ഭൂമി വിട്ട് പുറത്തേക്ക് പോകുന്ന പരിപാടി ആദ്യമായിട്ട് വരുന്നതാണ്. 2014 സെപ്റ്റംബർ 24 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന 5ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ വരുന്നത്. ഈ പേരാൻ ചൊവ്വയിലെ ജലസാന്നിധ്യം, അന്തരീക്ഷ ഘടന, അണുവികരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതാണ് വിക്ഷേപിച്ചത്. PSLV XL റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത്. 7 നിരീക്ഷണ ഉപകരണങ്ങളാണ് മംഗൾയാൻ പേടകത്തിൽ ഉള്ളത്. ഒരു ഇൻഫ്രാറെഡ് സെൻസിറ്റീവ് ഉപകരണം, ഹൈഡ്രജൻ സാന്നിധ്യം പഠിക്കാനുള്ള ആൽഫ ഫോട്ടോമീറ്റർ, മീഥേൻ സാന്നിധ്യം പഠിക്കാനുള്ള മീഥേൻ സെൻസർ എന്നീ ഉപകരണങ്ങൾ ചൊവ്വയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാർസ് ഓർബിറ്റൽ മിഷൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ, നോട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഗഗൻയാൻ, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. 2021 മനുഷ്യരില്ലാത്ത പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിയ ശേഷം 2021 അവസാനത്തോടെ മനുഷ്യരെ ഉൾപ്പെടുത്തി പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇതിപ്പോൾ 2026 വരെ നീളുമെന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയാം ഇത് ടെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഇല്ല, പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നീണ്ടുപോയതാണ്, ഇത്രയും വൈകിയതാണ്, 2021 ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഗഗൻയാൻ ആരാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അപ്ഡേറ്റ്സ് പഠിച്ചുകൊണ്ടേ ഇരുന്നോണം. അതിനെക്കുറിച്ച് ഇനി അപ്ഡേറ്റ്സ് വരും, അപ്പോൾ പഠിച്ചോണം. ഇപ്പോൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷനും ബഹിരാകാശ സഞ്ചാരികളുടെ പരിശീലനമാണ് നടക്കുന്നത്. ഇതൊക്കെ വിട്ടേര്, ഇതൊക്കെ ആ സമയത്തുള്ളതാണ്. LVM-3 റോക്കറ്റിലാണ് യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. 7 ദിവസം യാത്രക്കാർ ബഹിരാകാശത്ത് തങ്ങും. അതോടെ മനുഷ്യർ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള 4ാമത്തെ രാജ്യമായി മാറും ഇന്ത്യ. അപ്പം ബഹിരാകാശത്ത് എത്തിക്കുന്ന മനുഷ്യരെ എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഗഗൻയാനിലൂടെ ഇന്ത്യ മാറും. റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മുൻപേ തന്നെ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഈ ദൗത്യത്തിന് പിന്നിൽ നിരവധി മലയാളി ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസും ഒരുമിച്ചാണ് പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. LVM-3 റോക്കറ്റിലാണ് എന്ന് എടുത്തോർത്തിരുന്നതാണ് കേട്ടോ. ഇത് ഓർത്തോണം. ഗഗൻയാൻ ഇതിനോടകം തന്നെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇടം പിടിച്ച ഒന്നാണ്. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ ഇതിനകത്ത് നിന്ന് കറണ്ട് അഫയേഴ്സ് വരും, അതെല്ലാം പഠിച്ചു വെച്ചോണം. ആദിത്യ L1, അതായത് ബഹിരാകാശ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി ക്ലാസ് ദൗത്യമാണ് ആദിത്യ L1. സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനുള്ള കൊറോണ ഗ്രാഫി ബഹിരാകാശ പേടകമാണിത്. ISROയും വിവിധ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും രൂപകൽപ്പന ചെയ്തിട്ട് വികസിപ്പിച്ചിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങൾ പേടകത്തിലുണ്ട്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാൻഷ്യൻ പോയിന്റ് 1 ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് പേടകത്തെ നിലനിർത്തിയിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 ആദിത്യ വിക്ഷേപിക്കുന്നത്. PSLV XL ലോഞ്ച് വെഹിക്കിളാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. സൗരാന്തരീക്ഷത്തിന്റെ സംയോജനവും ചലനാത്മകതയും മനസ്സിലാക്കാനും സൗരവാതത്തിന്റെ വിതരണവും താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും പഠിക്കലും ബഹിരാകാശ കാലാവസ്ഥ, കൊറോണ ഹീറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള പഠനവും ആദിത്യ L1ന്റെ ലക്ഷ്യങ്ങളാണ്. ആദിത്യ L1 മറക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. അപ്പോൾ ഇതെല്ലാം അഡീഷണൽ ഫാക്റ്റുകൾ, ഇനിയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസവും ഉണ്ടാകുന്ന കറണ്ട് അഫയേഴ്സ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് കുറിച്ചിടണം. ടെക്സ്റ്റ് ബുക്കിലും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലുമുള്ള സമഗ്രമായ വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഓർക്കുക, 5ാം ക്ലാസ്സിലാണ് ഇത്രയും വിവരങ്ങൾ നമ്മൾ അഡീഷണൽ ഫാക്റ്റുകളിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും എത്രയോ കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിൽ കവർ ചെയ്ത് പോകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.